$400 മില്യൺ നാശനഷ്ടം, തകർന്ന കമാൻഡ് സെന്ററുകൾ, ഭൂമിക്കടിയിലേക്ക് കമാൻഡ് സംവിധാനങ്ങൾ മാറ്റാൻ നിർബന്ധിതമാകുന്ന അമേരിക്ക. പതിറ്റാണ്ടുകളായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനികാധിപത്യം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായിരുന്നു. എന്നാൽ ഇറാന്റെ പുതിയ തലമുറ മിസൈലുകളും ഡ്രോണുകളും ആ ധാരണയെ തന്നെ തകർക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമായി കണക്കാക്കപ്പെടുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലേ? ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്? ഇറാന്റെ ആക്രമണശേഷി പെന്റഗണിനെ പുതിയ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നിർബന്ധിതമാക്കിയോ? പശ്ചിമേഷ്യയിലെ ശക്തിസമതുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആ റിപ്പോർട്ടിനു പിന്നിലെ യാഥാർത്ഥ്യമെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി അവസാനത്തോടെയും ജൂൺ മാസത്തിനുമിടയിലുമായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ 20-ലധികം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ബാധിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ പ്രധാന താവളമായ നെയ്വൽ സപ്പോർട്ട് ആക്ടിവിറ്റി ബഹ്റൈനിനെതിരായ ആക്രമണമാണ്. അമേരിക്കയുടെ 5ാം നാവിക കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ഈ താവളം അറബിക്കടൽ, പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. അതിനാൽ തന്നെ ഈ താവളത്തിനു നേരെയുണ്ടായ ആക്രമണം വെറുമൊരു സൈനിക സംഭവമെന്നതിലുമേറി അമേരിക്കയുടെ പ്രാദേശികാധിപത്യത്തിനുള്ള വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തിൽ കമാൻഡ് ആസ്ഥാനത്തിനുൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കമാൻഡ് സെന്ററിനു പുറമെ നിരവധി സഹായ കെട്ടിടങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളുടെ ഭാഗമായ 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകളും തകർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിനു മുൻപ് സുരക്ഷാ മുന്നറിയിപ്പുകൾ ലഭിച്ചതിന്റെ തുടർന്ന് ഭൂരിഭാഗം സൈനിക ഉദ്യോഗസ്ഥരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നതിനാൽ വലിയ മനുഷ്യനാശം ഒഴിവാക്കാനായി. എന്നിരുന്നാലും അമേരിക്കൻ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾക്ക് സംഭവിച്ച ഭൗതികനാശം ഗൗരവമുള്ളതാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ സൈന്യം ഔദ്യോഗികമായി താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ആക്രമണം കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ ചിത്രം അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ കൃത്യതയേറിയ ദീർഘദൂര മിസൈലുകൾക്കും ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്കും മുന്നിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മുൻപേക്കാളും കൂടുതൽ ദുർബലമാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ പശ്ചിമേഷ്യയിലെ ശക്തിസമതുലിതാവസ്ഥയിൽ നിർണായക മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ബഹ്റൈനെയും കുവൈറ്റിനെയും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കിയത്. സൈനിക കേന്ദ്രങ്ങൾക്കു പുറമെ ചില സാധാരണ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ മേഖലയിലെ പൊതുസുരക്ഷയെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇതൊരു പ്രാദേശിക സൈനിക സംഘർഷം മാത്രമല്ല, മറിച്ച് ഗൾഫ് മേഖലയിലെ സ്ഥിരതയെ തന്നെ ബാധിക്കാവുന്ന സാഹചര്യമാണെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ പുതിയ സുരക്ഷാതന്ത്രങ്ങൾ പരിഗണിക്കുന്നത്. ഗൾഫ് മേഖലയിലെ പരമ്പരാഗത സൈനിക വിന്യാസ മാതൃകകളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം രൂപം കൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലെ താവളങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില സൈനിക പ്രവർത്തനങ്ങൾ ഇറാനിയൻ മിസൈലുകളുടെ ഫലപ്രദമായ പരിധിക്കപ്പുറത്തേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളിലൊന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറ്റുക എന്നതാണ്. ആധുനിക മിസൈൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ പരമ്പരാഗത സൈനിക ആസ്ഥാനങ്ങൾ ഒരൊറ്റ ആക്രമണത്തിൽ തന്നെ തകർക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി ഭൂഗർഭ ബങ്കറുകൾ, ശക്തിപ്പെടുത്തിയ കമാൻഡ് സെന്ററുകൾ, വികേന്ദ്രീകൃത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കേണ്ടതുണ്ടെന്നാണ് പെന്റഗണിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിലപാട്. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്വീകരിച്ച മാതൃകകളിലേക്ക് അമേരിക്ക വീണ്ടും മടങ്ങുകയാണോ എന്ന ചോദ്യവും ഈ നീക്കങ്ങൾ ഉയർത്തുന്നുണ്ട്. സാമ്പത്തികമായും ഈ സംഘർഷം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആകെ ചെലവ് ഏകദേശം $29 ബില്യൺ പെന്റഗണിന്റെ കണക്കുകൾ. എന്നാൽ സൈനിക താവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വാൾ സ്ട്രീറ്റ് ജേണൽ നടത്തിയ വിലയിരുത്തൽ പ്രകാരം ബഹ്റൈനിലെ നശിച്ച ഘടനകൾ പുനർനിർമ്മിക്കാൻ മാത്രം $400 മില്യൺ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചില സ്വതന്ത്ര പഠനങ്ങൾ അനുസരിച്ച് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് മാത്രം $2.1 ബില്യൺ മുതൽ $5.1 ബില്യൺ വരെയുള്ള നഷ്ടമുണ്ടായിരിക്കാമെന്നാണ് വിലയിരുത്തൽ.
ഈ സംഭവവികാസങ്ങൾ മറ്റൊരു പ്രധാന യാഥാർത്ഥ്യവും ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, വിമാനവാഹക്കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള അമേരിക്കൻ സൈന്യത്തിനുപോലും താരതമ്യേന കുറഞ്ഞ ചെലവിൽ വികസിപ്പിക്കാവുന്ന കൃത്യമായ ഡ്രോണുകളും മിസൈലുകളും വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും ഇത് വ്യക്തമായി പ്രകടമായിട്ടുണ്ട്. ഇതിനിടെ സൈനിക സംഘർഷങ്ങൾക്ക് സമാന്തരമായി നയതന്ത്ര നീക്കങ്ങളും തുടരുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ചർച്ചകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക്, അവരോധ ഇളവുകൾ, യുറേനിയം സമ്പുഷ്ടീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. സൈനിക സമ്മർദ്ദവും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം മുന്നേറുന്ന സങ്കീർണ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ സംഘർഷം ഭാവിയിൽ ഗൾഫ് മേഖലയിലെ സുരക്ഷാക്രമത്തെയും അമേരിക്കയുടെ പ്രാദേശിക സൈനിക തന്ത്രങ്ങളെയും ഗണ്യമായി മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ മുന്നറിയിപ്പ്.